മലയാളികൾക്കിടയിൽ ഏറെ ആരാധകരുള്ള നടിയും അവതാരകയും യൂട്യൂബറും ഇൻഫ്ലുവൻസറുമെല്ലാമാണ് പേളി മണി. 4 മില്യണിനടുത്ത് സബ്സ്ക്രൈബേഴ്സാണ് പേളിക്ക് യൂട്യൂബിൽ മാത്രമുള്ളത്. വർഷങ്ങളായി കാണുന്ന മുഖമായതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലെ അംഗം എന്ന രീതിയിലാണ് ആരാധകർ പേളിയോടും സ്നേഹം പ്രകടിപ്പിക്കുന്നതും നടിയുടെ വിശേഷങ്ങൾ ആഘോഷിക്കുന്നതും. വിവാഹശേഷമാണ് പേളി യൂട്യൂബിലേക്ക് കൂടുതലായും ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത്. അഭിമുഖങ്ങൾ, യാത്രകൾ, പാചകം, വ്ലോഗുകൾ എന്നിവയാണ് പേളിയുടെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ. അടുത്തിടെ ഒരു വ്ലോഗിൽ സംസാരിക്കുന്നതിനിടെ വൈകാതെ ഒരു ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കുമെന്ന് പേളി പറഞ്ഞിരുന്നു. ആ വീഡിയോ വൈറലായ ശേഷം പേളി മൂന്നാമതും ഗർഭിണിയാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ തൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകളിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് പേളി മണി. ഗുഡ് ന്യൂസ് എന്നാൽ പ്രഗ്നൻസി മാത്രമാണോ എന്നാണ് പേളി ചോദിക്കുന്നത്. പേളിയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ പ്രഗ്നന്റ് അല്ല കേട്ടോ. കുറേ പേർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞു. ഗുഡ് ന്യൂസ് എന്നത് അതൊരു ഗുഡ് ന്യൂസ് ആണ്, പക്ഷേ വേറെ എത്ര ന്യൂസുകൾ പറഞ്ഞത്. കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് പിന്നീട് പറയാൻ പിറന്നത്. അത് അടുത്തിടെ രണ്ടാമത്തെ മകൾ നിതാരയുടെ 1-ാം പിറന്നാൾ പേളിയും കുടുംബവും വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. അമ്മയെപ്പോലെ തന്നെ ഇതിനോടകം മക്കളായ നിലയും നിതാരയും സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ്. പേളിക്കും ശ്രീനിഷിനുമുള്ളതുപോലെ ആരാധകരും ഫാൻ പേജുകളും നിലയ്ക്കും നിതാരയ്ക്കുമുണ്ട്. മക്കൾ പിറന്ന ശേഷം TV ഷോകളിൽ നിന്നും മാറി നിൽക്കുകയാണ് പേളി. നിലയുടെ ജനനശേഷം ശ്രീനിഷും അഭിനയം ഉപേക്ഷിച്ചു. പേളിയുടെ യൂട്യൂബ് ചാനലിൻ്റെ മുഴുവൻ ചുമതലയും ഇപ്പോൾ വഹിക്കുന്നത് ശ്രീനിഷാണ്.